പരിശുദ്ധ റമദാൻ വ്രതം എടുക്കുന്ന എല്ലാ പ്രമേഹ രോഗികളായ സുഹൃത്തുക്കളും വ്രതം എടുക്കുന്ന അവസരത്തിൽ അവരുടെ ഔഷധങ്ങളിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇത് വ്രതം എടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ ചികിത്സിക്കുന്ന മെഡിക്കൽ ടീമുമായി കോൺടാക്ട് ചെയ്ത് അവരുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി ചില ഔഷധങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരാം, ചില ഔഷധങ്ങൾ രാവിലെ കഴിക്കുന്നത് വൈകിട്ട് കഴിക്കേണ്ടതായിട്ട് വരാം, ചില ഔഷധങ്ങളുടെ ഡോസിൽ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുത്തി ഓരോ 5 അല്ലെങ്കിൽ 7 ദിവസം കൂടുന്തോറും വ്രതത്തിൻ്റെ ഓരോ 5 ദിവസം കൂടുന്തോറും അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരിശോധിച്ച് അത് ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമുമായിട്ട് ചർച്ച ചെയ്ത് അതനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ വർഷത്തെ റമദാൻ വ്രതം എന്ന് പറയുന്നത് ചൂടുകാലമായിട്ടുള്ള മാസമായിട്ടുള്ള ഫെബ്രുവരി മാർച്ച് മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്ന ഔഷധങ്ങൾ പരമാവധി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസിൽ മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കിന്ന് പ്രമേഹ രോഗ ചികിത്സയിൽ ഏറ്റവും പുതിയ ഈ ഒരു ഗണത്തിലുള്ള ഒരു ഔഷധമാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഔഷധങ്ങളെന്ന് മാത്രമല്ല, അത് ഏറ്റവും നല്ല ഔഷധ ഗണത്തിൽപ്പെടുത്താവുന്ന നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ഏറ്റവും നല്ല ഗുണങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഔഷധമാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡാപ്പ എന്നോ അല്ലെങ്കിൽ നമുക്കതിനകത്ത് എംബാഗ്ലിഫ്ലോക്സിൻ, ഡാപ്പാഗ്ലിഫ്ലോക്സിൻ പോലുള്ള ഔഷധങ്ങൾ ഈ ഗണത്തിൽ പെടുന്നവയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇതിൻ്റെ പ്രത്യേക ആക്ഷൻ അനുസരിച്ച്, ഇത് നമ്മൾ കഴിക്കുന്ന ആക്ഷൻ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് കഴിക്കുന്നത് അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയം അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് നമ്മുടെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് റമദാൻ വ്രതക്കാലം അതനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചില വ്യക്തികളെങ്കിലും ചില രോഗികളെങ്കിലും ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന ചില ഔഷധങ്ങളായിട്ടുള്ള, ഉദാഹരണത്തിന് ഡയൂററ്റിക്സ് വിഭാഗത്തിലുള്ള ഔഷധങ്ങൾ, ഇത്തരം ഔഷധങ്ങൾ കഴിക്കുന്നവരും വ്രതത്തിന് മുമ്പ് തന്നെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ ഡോസിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്രതമെടുക്കുന്ന വേളയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ താഴ്ത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ സൾഫൺലിയുടെ വിഭാഗത്തിൽ പെടുന്ന ഔഷധങ്ങൾ, ഉദാഹരണത്തിന് ഗ്ലൈബൻഗ്ലമേറ്റ്, ഗ്ലൈക്ലസൈഡ്, ഗ്ലൈപ്പിസൈഡ്, ഗ്ലൈമിപ്രൈഡ് തുടങ്ങിയ ഔഷധങ്ങൾ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്ത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് തീരെ കുറയ്ക്കാത്ത മെറ്റ്ഫോമിൻ, നക്കാർബോസ്, DPP4 ഇൻഹിബിറ്റേഴ്സ് തുടങ്ങിയ ഔഷധങ്ങൾ എടുക്കുന്നതായിരിക്കാം ഉത്തമം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ ഈ ബോധവൽക്കരണ പരിപാടി കണ്ട് ഒരിക്കലും സ്വയം ഔഷധങ്ങൾ മാറ്റുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ മെഡിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോരോ മാറ്റങ്ങൾ അനുസരിച്ചുള്ള ഏത് ഔഷധമാണ് ഏത് ഡോസിലാണ് വേണ്ടതെന്ന് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറിനും മെഡിക്കൽ ടീമിനുമായിരിക്കും അറിയാൻ കഴിയുന്ന. അവരുടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. ഇതോടൊപ്പം തന്നെ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾ കഴിവതും രാവിലത്തെ ഇൻസുലിൻ്റെ ഡോസിൻ്റെ അളവ് കുറയ്ക്കേണ്ടതും വൈകിട്ട് നോയമ്പ് തുറന്നതിന് ശേഷമുള്ള ഇൻസുലിൻ്റെ അളവ് അതനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതുമാണ്. ഇതും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റമദാൻ വ്രതക്കാലം നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുന്നു, ദിനചര്യയിൽ മാറ്റം വരുന്നു. 14-15 മണിക്കൂർ ആഹാരവും ജലപാനീയം ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഔഷധങ്ങൾക്കും അതനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ചില ഔഷധങ്ങൾ ആഹാരത്തിന് മുമ്പ് കഴിച്ചിരുന്ന ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതായിട്ട് വരാം. ഉദാഹരണത്തിന് ആസ്പിരിൻ പോലുള്ള ഗുളിക നമ്മൾ ഉച്ചയ്ക്ക് ഊണിന് ശേഷം കഴിച്ചിരുന്നത് നമുക്കത് കഴിയാതെ രാത്രി കഴിക്കേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും റമദാൻ വ്രതം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ മെഡിക്കൽ ടീമുമായിട്ട് സംസാരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. വ്രതം എടുക്കുന്ന പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ആസിഡിറ്റി, അതല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ആസിഡിറ്റി പോലുള്ള പ്രശ്നം, മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മസിൽ പെയിൻ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നോയമ്പ് കാലം സംഭവിക്കാറുണ്ട്. അപ്പം അത്തരം പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.